നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഊത്തപ്പമാണ് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കാൻ എടുക്കുന്ന അതേ ബാറ്ററി തന്നെയാണ്. പിന്നീട് നമുക്ക് ആവശ്യമുള്ള കുറച്ച് വെജിറ്റബിൾസാണ്. ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട്, ഒരു പകുതിയോളം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 2-3 പച്ചമുളക് നുറുക്കിയിട്ടുണ്ട്, ഒരു 2 കറിവേപ്പില, പകുതി തക്കാളി. അപ്പോൾ ഇതെല്ലാം തന്നെ വളരെ തിന്നായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്കിതെല്ലാം കൂടെ ഒരു ബൗളിലോട്ട് മാറ്റാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ദോശമാവിൻ്റെ ബാറ്ററിൽ ഉപ്പ് ആഡ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് വെജിറ്റബിൾസും കൂടെ ആകുമ്പോഴത്തേക്ക് ഒത്തിരി മുന്നിട്ട് നിൽക്കാതിരിക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് മാത്രം വെജിറ്റബിൾസിൽ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തോട്ടും ഉപ്പ് എത്തിയിട്ടുണ്ട്, നമുക്കതിനെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു തവ അടുപ്പത്ത് വെച്ച ശേഷം നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 തവി ദോശമാവ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1.5 തവി ആഡ് ചെയ്യുന്നത് ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് കൂടുതൽ മാവ് ഒഴിച്ചു കൊടുത്തത്. ഇനി നമ്മളൊരു മീഡിയം സൈസിൽ അതിനൊന്ന് പരത്തിയെടുക്കുക. സാധാരണ നമ്മൾ കുട്ടി ദോശയൊക്കെ ഉണ്ടാക്കാറില്ല, അതിനേക്കാൾ ഒരു ഇച്ചിരി കൂടി വലുപ്പത്തിൽ. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആ വെജിറ്റബിൾസിൻ്റെ മിക്സിൽ നിന്നും കുറച്ച് ഇതിൻ്റെ ടോപ്പിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇങ്ങനെ മിക്സ് ഇങ്ങനെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് വീഴുന്നുണ്ട്, ഇടയ്ക്ക് വീഴുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് സ്പൂണ് മാറ്റിയിട്ട് ഞാൻ കൈ വെച്ചിട്ട് എന്നെ എല്ലായിടത്തോട്ടും എത്തുന്ന രീതിയിൽ ആ വെജിറ്റബിൾസ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇല്ല ചില ഭാഗത്തേക്ക് വീഴാണ്ടിരിക്കും, അപ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ ഊത്തപ്പം കാണാനായിട്ട്. അപ്പോൾ ഇതിപ്പോൾ കൈ വെച്ചിട്ട് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാ ഭാഗത്തോട്ടും ആ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഏകദേശം എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഫ്ലെയിം എപ്പോഴും ലോ ഫ്ലെയിം ഇടുക. ഇനി നമുക്കിത് കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു മൂടി വെച്ചത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഈ ആവിയിൽ നിന്നിട്ട് ഈ ടോപ്പിലുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ മൂടി തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കത് നോക്കുമ്പോൾ തന്നെ കാണാം അതിൻ്റെ ടോപ്പിലുള്ള ക്യാരറ്റും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ നെയ്യ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം കേട്ടോ, അത് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വേറൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തത്. ഇനി നമ്മൾ മറിച്ചിടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് മറിച്ചിടുന്ന സമയത്ത് ഇതിനൊന്ന് ടോപ്പിലിരിക്കുന്ന ആ വെജിറ്റബിൾസൊക്കെ താഴെ പോകാണ്ടിരിക്കാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓൾറെഡി കുക്ക്ഡ് ആണ് എങ്കിൽ കൂടിയും നമുക്കൊരു ഉറപ്പിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് ആ മാവിലോട്ടൊന്ന് സ്റ്റിഫാക്കി വയ്ക്കാം. അതിനുശേഷം നമുക്കതിനെ ഒന്ന് മറിച്ചിടാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ മറിച്ചിട്ട സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നമുക്ക് ദോശയുടെ വെന്ത് കിട്ടുന്ന ഒരു പരുവം അറിയാമല്ലോ എല്ലാവർക്കും. ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. തിരിച്ചിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മളെ ഊത്തപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാം നല്ല വെജിറ്റബിൾസ് എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ഊത്തപ്പം പ്രിപ്പയർ ചെയ്തെടുക്കാം. നമുക്ക് ആ ബാറ്ററിൽ നിന്ന് ഇതിപ്പോൾ നമുക്ക് മാറ്റി വയ്ക്കുവാണ്. അങ്ങനെ ഞാൻ എല്ലാ ഊത്തപ്പവും പ്രിപ്പയർ ചെയ്ത ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്, കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിത് ചമ്മന്തിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ അങ്ങനെ എന്ത് കറിയുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ എന്ന് നമ്മൾ ഒരേ തരത്തിലുള്ള ദോശ തിന്ന് മടുക്കുമ്പോഴത്തേക്ക് ഇടയ്ക്കൊക്കെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇതുപോലത്തെ ദോശയൊക്കെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്